ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും വിശ്വസിക്കേണ്ടതില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും വടകര LDF സ്ഥാനാർത്ഥിയുമായ KK ശൈലജ MLA. വടകരയിൽ താൻ വിജയിക്കും, ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റമുണ്ടാക്കും, പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ നടത്തിയത് ഏറ്റവും ഹീനമായ പ്രവർത്തികളെന്നും MLA പറഞ്ഞു. എക്സിറ്റ് പോൾ യാഥാർത്ഥ്യമാകണമെന്നില്ല. ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ മികച്ച നിലയിൽ മുന്നോട്ട് വരും. കൃത്യമായി രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി രാഷ്ട്രീയം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് ഫലം വരിക. ഈ എക്സിറ്റ് പോളുകൾ പലപ്പോഴും അത് യാഥാർത്ഥ്യമാകണമെന്നില്ല, ചിലപ്പോൾ ആവാറുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് എക്സിറ്റ് പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് പറയാൻ കഴിയുന്നില്ല. ചില എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ തവണ വലിയ തോതിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞെടുത്ത് കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ NDAക്ക് വലിയ സീറ്റുകൾ കിട്ടുമെന്ന് പ്രവചിച്ചത് നേരെ എതിരായിട്ട് NDAക്ക് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു, മാതൃഭൂമിയിലെ ഇതിലോ കണ്ടു, എക്സിറ്റ് പോളുകളുടെ റിസൾട്ട് എപ്പോഴും ഒത്തുവരാറില്ല എന്നുള്ളത്. എന്നാൽ അപൂർവം ചിലപ്പോൾ പറഞ്ഞതുപോലെ സംഭവിക്കാറുമുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോളുകളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടതില്ല എന്നാണ് കാണുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല നിലയിൽ മുന്നോട്ട് വരും. ഇപ്പോൾ തമിഴ്നാട്, അതുപോലെ തന്നെ മറ്റിപ്പോൾ അഖിലേഷ് യാദവിനെ പോലുള്ള ആളുകൾ, തേജസ്വി യാദവിനെ പോലുള്ള ആളുകൾ, അവരെല്ലാം അതത് സംസ്ഥാനങ്ങളിൽ വളരെ മുന്നോട്ട് വരാൻ അവരുടെ എല്ലാ ഇടപെടലുകൾ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ കൂടുതലായിട്ട് ഇത്തവണ ഇന്ത്യ മുന്നണിയിലുള്ള ഓരോ കക്ഷിക്കും കൂടുതൽ സീറ്റ് നേടാനാണ് സാധ്യത. പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ്. BJP അക്കൗണ്ട് തുറക്കാൻ ഒരു സാധ്യതയുമില്ല. കഴിഞ്ഞ തവണയും BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ മുന്നേറ്റം LDFന് കേരളത്തിൽ ഉണ്ടാകുമെന്നും ശൈലജ പറഞ്ഞു. നല്ല ഭൂരിപക്ഷത്തിൽ വടകര വിജയിക്കുമെന്നതാണ് ഉറച്ച വിശ്വാസം. ജനങ്ങൾക്കിടയിൽ വലിയ ആവേശവുമായിരുന്നു. പ്രതിപക്ഷം സ്വീകരിച്ചത് മോശമായ സമീപനം. അതൊന്നും വടകരയിലെ ജനങ്ങൾക്കിടയിൽ ഫലിക്കില്ലെന്നാണ് കരുതുന്നത്. വർഗീയ വികാരമുണ്ടാക്കാൻ ശ്രമിച്ചു. BJPയുടെ വോട്ട് വിലക്ക് വാങ്ങാൻ ശ്രമിച്ചു. BJP വോട്ടുകൾ മറിച്ചു നൽകാൻ അണികളോട് പറഞ്ഞു. വളരെ മോശമായ രീതിയിൽ മറുവശത്ത് BJPയുടെ വോട്ട് വിലക്ക് വാങ്ങാൻ ഒരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ഭാഗത്തുള്ളൊരു പെൺകുട്ടിയെ അവിടെ ഒരു കുടുംബത്തിൽ കല്യാണം കഴിച്ച് കൊണ്ടുപോയതായിരുന്നു, BJP കുടുംബത്തിൽ. അപ്പോൾ അവരുടെ അടുത്ത് വന്നിട്ട് ഇത്തവണ നമ്മൾ ഷാഫിക്ക് വോട്ട് ചെയ്യണമെന്ന് ചില പ്രവർത്തകർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ചോദിച്ചു, അല്ല അതെങ്ങനെയാണ്, നമ്മുടെ സ്ഥാനാർത്ഥി പ്രഫുല്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതല്ല, അങ്ങനെയാണ് തീരുമാനം എന്ന് പറഞ്ഞു. എന്നാൽ അത് വളരെ വ്യാപകമായി അത് BJP പ്രവർത്തകർ മുഴുവൻ അങ്ങനെ ചെയ്യുന്നോ ഞാൻ കരുതുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായി. അത് നമുക്ക് വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോഴാണ് മനസ്സിലാവുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ BJPയുടെ വോട്ട് അവർ പ്രതീക്ഷിച്ചത്ര വന്നിട്ടുണ്ടോ എന്നുള്ളത് കാണുമ്പോഴാണ് അതിനകത്ത് പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. ഇതെല്ലാം വോട്ടെണ്ണി കഴിഞ്ഞാലേ ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളാണ്, ചിലതിങ്ങനെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വോട്ടെണ്ണിക്കഴിഞ്ഞാൽ എല്ലാം ഉറപ്പിച്ചു പറയാൻ കഴിയൂ. എതിർഭാഗം വലിയ തോതിൽ പണം ചെലവഴിച്ചുള്ള പ്രചരണമായിരുന്നു. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞു എന്ന തരത്തിൽ കള്ളങ്ങൾ പ്രചരിപ്പിച്ചു. കുടുംബ ഗ്രൂപ്പുകളിലും മറ്റും വന്ന പല നുണകളുടെയും ഉറവിടം വിദേശങ്ങളിലെ ഫേക്ക് ഐഡികളിൽ നിന്നായിരുന്നുവെന്നും ശൈലജ പറഞ്ഞു. ഇവിടെ നിന്ന് വാർത്ത വേറെ എവിടെയോ, എനിക്ക് തോന്നുന്നു വെളിയിലുള്ള വിദേശത്ത് തന്നെ ചില ആളുകൾ പറഞ്ഞ് ഗൾഫിലൊക്കെയുള്ള ഏതോ ഒരു കേന്ദ്രത്തിൽ അയച്ചിട്ട് അവിടെ നിന്ന് ചില ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഈ കുടുംബ ഗ്രൂപ്പിലൊക്കെ 2 ദിവസം കറങ്ങാൻ മാത്രം തെറ്റായിട്ടുള്ളൊരു വിവരം പ്രചരിപ്പിച്ചിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ പിന്നീട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിദഗ്ധരെല്ലാം പറയുന്നത്. എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല, അത് അങ്ങനെയുള്ള ചില നടപടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഉണ്ടായാലും ഞാൻ കരുതുന്നത് വടകരയിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അവർ വോട്ട് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.